ഹലോ ഗൈസ്, ഇന്ന് അമ്പലത്തിൽ പോകാനൊരു ആഗ്രഹം. എന്നാ പിന്നെ വെച്ച് താമസിക്കണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് മണത്തണക്കടുത്തുള്ള ശ്രീ കുളങ്ങരയത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലാണ് ചെന്നെത്തിയത്. ചെന്ന സമയത്ത് ആരും ഇല്ല. ഒരു മനുഷ്യനെങ്കിലും കാണണ്ടേ. നമ്മൾ കുറച്ച് ലേറ്റ് ആയോ എന്നൊരു സംശയം. എന്നാലും അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം ആരും ഇല്ലാണ്ട് നിൽക്കുമ്പം ഒരു ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണല്ലോ. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്പലം വലം വെക്കാലോ എന്ന് വെച്ച് നടക്കുമ്പോഴാണ് ഈ കുളമൊക്കെ ശ്രദ്ധിച്ചത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇടക്ക് വരാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മളും വളർന്നു, അതിനനുസരിച്ച് ക്ഷേത്രവും വളർന്നു. അമ്പലത്തിൽ തൊഴുതതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ കാണുന്നത് അമ്പലവുമായി ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കുളമാണ്. ഇതിനോട് അടുത്ത് തന്നെയാണ് ഈ കുളം ഉള്ളത്. അപ്പം ആ കുളത്തിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ നീന്തൽ പഠിച്ച കുളമാണ് ഈ മണത്തണ കുളം. വളരെ ഫേമസ് ആയിട്ടുള്ള കുളമാണ്. ഇപ്പം ഇവിടെ നീന്തൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പേരാവൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ പരിശീലനം കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കെട്ടി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഈ നീന്തലൊക്കെ പഠിച്ചു വെക്കാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു വ്യായാമം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങളിൽ കുട്ടികളെ ഇങ്ങനെയൊക്കെ എൻഗേജ് ആക്കുകയാണെങ്കിൽ അവർക്കും ഇതൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ കുളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്തോ ഒരു ഭംഗി തോന്നി. കാരണം ഈ വെള്ളത്തിന്റെ ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ചുറ്റുമുള്ള നേച്ചറും എല്ലാം അടിപൊളിയായിരുന്നു. കുറച്ച് സമയം ഇതൊക്കെ നോക്കി നിന്ന് എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. മറ്റൊരു വീഡിയോ കാണുമ്പോൾ